രാവിലത്തെ ഒരു സ്റ്റെപ്പ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രവും കഴുകി വെച്ചു. പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഐറ്റം ഉണ്ടാക്കാൻ കയറുന്നതാണ്. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല, കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് നാട്ടിൽ പോകുന്നത് കൊണ്ട് എനിക്കെന്തോ വല്ലാത്ത സങ്കടമാണ്. സാധാരണ നാട്ടിൽ പോകുന്ന അറിയുമ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് മുമ്പേ ഉറക്കം കാണൂല. എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ചേട്ടന് വരാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാഴ്ചത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. അങ്ങനെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചു. പിന്നെ ദോശയ്ക്കോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും ഇവിടെ 11 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. മദേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡ് മേക്കിംഗ് ആയതുകൊണ്ട് തനുക്കുട്ടി കാർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് തന്നതാണ്. പിന്നെ കാത്തൂട്ടി ഇവിടെ കാർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നേരത്തെ വന്നു. ഒരുവിധം നന്നായി തനുക്കുട്ടി കാർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നേരത്തെ കാത്തൂട്ടി പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇത് കാത്തൂട്ടി ഉണ്ടാക്കിയ കാർഡാണ്. ഇന്നലെ ഇവിടെ വന്ന് കാർഡ് മേക്കിംഗ് ആക്ടിവിറ്റി ആണെന്ന് അറിഞ്ഞപ്പോഴേ യൂട്യൂബ് നോക്കി പഠിപ്പായിരുന്നു. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കി. 2ഉം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാർഡും വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കുള്ള ബിരിയാണിയും റെഡിയായി.